ഇന്ന് നോമ്പിന്റെ 24-ാം ദിനം. ഇന്ത്യയിൽ നിന്നും ആദ്യമായി റോമൻ കത്തോലിക്ക സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ഫ്രാൻസിസ്കൻ സഹോദരനാണ് ഗൊൻസാലോ ഗാർസിയ. പോർച്ചുഗീസ് പട്ടാളക്കാരനായ അപ്പന്റെയും ഇന്ത്യക്കാരിയായ അമ്മയുടെയും മകനായി മഹാരാഷ്ട്രയിൽ വസൈ എന്ന സ്ഥലത്ത് ജനിച്ചു. ചെറുപ്പം മുതലേ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടായ ഗാർസിയ ജസ്യൂട്ട് മിഷണറിമാരോടൊപ്പം ജപ്പാനിൽ പോവുകയും പിന്നീട് വലിയൊരു ബിസിനസ്സുകാരനുമായി മാറുകയും ചെയ്തു. ജീവിതയാത്രയ്ക്കിടയിൽ ദൈവവിളിയുണ്ടായി ഫ്രാൻസിസ്കൻ മിഷണറിമാരോടൊപ്പം ജപ്പാനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് അദ്ദേഹവും കൂടെ 25 പേരോടൊപ്പം കഠിനമായി പീഡിപ്പിക്കപ്പെട്ട് കുരിശിലേറ്റപ്പെട്ടു. മരണസമയം വരെയും ദൈവത്തെ സ്തുതിക്കുകയും തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് ക്ഷമ ചോദിക്കുകയുമാണ് അവർ ചെയ്തത്. 1597 ഫെബ്രുവരി 5 കൊല്ലപ്പെട്ടു. 1862 ജൂൺ 8 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശിരസാ വഹിച്ചവരിൽ ഒരാളാണ് ഗൊൻസാലോ ഗാർസിയ. ചിലപ്പോഴൊക്കെ നമുക്കും പലരോടും പരിഭവവും ദേഷ്യവും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ തെറ്റുകൾ കർത്താവ് ക്ഷമിക്കുന്നില്ലേ? അതുപോലെ തന്നെ നമുക്കും അവരുടെ തെറ്റുകൾ ക്ഷമിക്കാം. നമ്മുടെ തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്യാം.